ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പത്തരമാറ്റിൻ്റെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നയനയ്ക്ക് അവാർഡ് കിട്ടിയതിന് പത്രക്കാരൊക്കെ വീട്ടിൽ വന്ന് നയനെ ഇൻ്റർവ്യൂ ചെയ്യാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, ചെറുപ്പം മുതലേ എൻ്റെ ഗുരു അച്ഛനാണ്. പിന്നെ എനിക്ക് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടായത് ഞാൻ ഈ വീടിൻ്റെ മരുമകളായി വന്നതിന് ശേഷമാണ്. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ നല്ലൊരു സപ്പോർട്ടും ഈ കുടുംബത്തിലെ എല്ലാവരുടെയും സപ്പോർട്ടും കൊണ്ടാണ് എനിക്ക് ഇന്ന് ഇങ്ങനൊരു ഉണ്ടായത്. പിന്നെ എൻ്റെ ഭർത്താവിന് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ അദ്ദേഹം ഓരോ വിജയങ്ങൾ കൈവരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്കും സാധിച്ചു എന്നൊക്കെ പറയാണ്. അപ്പോൾ തന്നെ പത്രക്കാർ മൂർത്തി മുത്തച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് നയനെ പറ്റിയുള്ള അഭിപ്രായം. അപ്പം പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാ പെൺകുട്ടികളും കണ്ടുപിടിക്കേണ്ട ഒരു സ്വഭാവമാണ് നയനമ്മളുടേത്. കാരണം അവൾ ഈ വീട്ടിലെ എല്ലാ ജോലികളും തീർത്തിട്ടാണ് അവൾ ഈ ഞങ്ങളുടെ ബിസിനസ്സിലും സഹായിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നയനെ പുകഴ്ത്തുകയാണ്. ദേവയാനിക്കും ജലജയ്ക്കും ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. പത്രക്കാരെല്ലാം തിരിച്ചു പോകുമ്പോഴത്തേക്കും ആദർശ് നയനെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. ആ സമയത്ത് നയനയുടെ കൈ പിടിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ആദർശ് കയ്യിൽ നിന്ന് വിടുന്നില്ല. ഇത് കണ്ട് ജലജ ദേവയാനിയോട് പറയുന്നുണ്ട്, കണ്ടില്ലേ അവൻ അവളുടെ കൈ വിടണമെന്നേ ഇല്ലെന്ന്. അപ്പോഴേക്കും ബാക്കിയുള്ളവർ ചേർന്ന് ആദർശിനെ കളിയാക്കി ആദർശ് നയനയുടെ കൈ വിടുകയാണ്. അപ്പം മൂർത്തി മുത്തച്ഛൻ പറയാണ്, നയനമോള് കാരണം നമ്മളെല്ലാവരും ഇന്ന് TV-യിൽ വരാൻ പോവാണ്, ദേവയാനി ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ ദേവയാനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് മൂർത്തി മുത്തശ്ശൻ ജയനോട് പറയുകയാണ്, നയനയെ നമ്മുടെ ജുവലറിയുടെ ഡിസൈനർ ഹെഡായിട്ട് വെക്കണം. അങ്ങനെ അവൾക്ക് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ ആദർശിന്റെ അടുത്ത് തന്നെ ഒരു ക്യാബിൻ സെറ്റ് ചെയ്ത് അവളെ അവിടെ ഇരുത്തണം എന്ന്. അപ്പൊ ദേവയാനി ഇത് കേട്ടുകൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരിക്കും. ദേവയാനി പറയും, അതെങ്ങനെ ശരിയും, അപ്പൊ ഇവിടുത്തെ ജോലികളൊക്കെ ആര് ചെയ്യും? അത് കഴിഞ്ഞിട്ടൊന്നും അവൾക്ക് അവിടെ പോയി ജോലി ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അപ്പം മുത്തശ്ശൻ പറയും, ഇവിടെ നീയും ജലജയൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ചെയ്യണം. അപ്പൊ ജയൻ പറയും, കുറച്ചുനാൾ നയന ഇവിടെ ഇല്ലാതെ നിന്നപ്പോൾ അവരുണ്ടാക്കിയ ഭക്ഷണം അവർക്ക് പോലും കഴിക്കാൻ തോന്നിയില്ല, പിന്നല്ലേ എന്ന് പറയും. എന്തായാലും ആദർശനും നയനിക്കും താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്ന് മൂർത്തി മുത്തശ്ശൻ പറയുമ്പോൾ ദേവയാനിയും പറയുന്നുണ്ട്, അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആദർശ് എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അപ്പൊ മൂർത്തി മുത്തശ്ശൻ പറയാണ്, നിന്റെ മരുമകളല്ലേ അവള്, അപ്പോൾ അവളെ പ്രോത്സാഹിപ്പിക്കേണ്ട നീയല്ലേ. അപ്പോൾ ദേവയാനി പറയും, അവളെ ഞാൻ മരുമകളായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവൾ ഈ വീട്ടിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് അച്ഛൻ അറിയാമല്ലോ, മുഖം മറച്ചാണ് വന്നിരിക്കുന്നത്. അവളും അവളുടെ അമ്മയും ചേച്ചിയും എല്ലാവരും കള്ളികളാണ്. ഈ വീട്ടിലെ ഒരു ചടങ്ങനുസരിച്ച് അമ്മമാരും മകന്റെ കല്യാണത്തിന് പോകില്ല. മരുമകളും മകനും തിരിച്ച് വീട്ടിൽ വരുമ്പോഴാണ് അവർ കാണുന്നത്. നവ്യെ കാത്തിരുന്ന എൻ്റെ അടുത്തേക്ക് മുഖം മറച്ചു വന്നവള് നയന, ഞാനതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? ഉടനെ ജയം പറയുന്നുണ്ട്, അതിപ്പം നന്നായില്ലേ, നവ്യേക്കാളും എത്രയോ നല്ലതാണ് നയന. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ മരുമകളായി കാണില്ല എന്ന് ദേവയാനി തറപ്പിച്ചു പറയാണ്. എന്നിട്ട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോവാണ്. അപ്പം മൂർത്തി മുത്തശ്ശൻ ജയനോട് പറയാണ്, ഞാൻ പറഞ്ഞ കാര്യം എന്തായാലും നീ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ട് മൂർത്തി മുത്തശ്ശനും അകത്തേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്നത് നയനെ അവിടെ നിൽക്കുമ്പോൾ ആദർശ് കൺഗ്രാജുലേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നിൽക്കുമ്പോൾ ആദർശ് പുറകിലൂടെ വന്ന് നയനയെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് അവർ ഒരു ചെറിയ റൊമാൻസ് കാണിക്കുകയാണ്. പെട്ടെന്നാണ് ഇത് ആദർശ് ബെഡ്റൂമിൽ ഇരുന്ന് ഓർക്കുന്ന ഒരു സീനായിരിക്കും. അപ്പോഴായിരിക്കും നയന അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവൾ എൻ്റെ ഭാര്യയല്ലേ, പിന്നെ എന്തുകൊണ്ടായിരിക്കും അവൾ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് ഈ ടെൻഷൻ എന്ന് മനസ്സിൽ പറയാണ്. എന്നിട്ട് നയനയോട് ചോദിക്കുകയാണ്, ഭർത്താവ് എന്ന നിലയിൽ ഞാനൊരു തോൽവിയാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുമ്പം നയന പറയാണ്, ആദർശേട്ടൻ എന്തിനാ അങ്ങനെയൊക്കെ തോന്നുന്നത്, ആദർശേട്ടൻ നല്ലതല്ലേ, ആദർശേട്ടൻ എന്തെല്ലാം കഴിവുകളുണ്ട്. അപ്പോൾ ആദർശ് പറയും, നീ എന്താ എന്നെ കളിയാക്കുവാണ്? അപ്പം നയന പറയും, ഒരിക്കലും ഞാൻ ആദർശേട്ടനെ കളിയാക്കില്ല, ആദർശന്റെ ഉള്ളിൽ എവിടെയെങ്കിലും എന്നോടൊരു സ്നേഹം ഉണ്ടായാൽ മതി എന്നൊക്കെ പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ നിന്റെ അടുത്തേക്ക് വരുമ്പോൾ നീ എന്തിനാ ഈ ഞെട്ടിക്കരയുന്നേ? അപ്പോൾ നയന ചോദിക്കും, എപ്പോ? രാത്രിയിൽ. പറയും, കുറച്ചുനാൾ ഞാൻ താഴെയല്ലേ കിടന്നത്, ഇപ്പോഴല്ലേ ബെഡിൽ കിടക്കാൻ തുടങ്ങിയത്. അപ്പോൾ പെട്ടെന്ന് അടുത്തേക്കൊക്കെ വരുമ്പം എനിക്ക് പേടിയുണ്ടാവും. അപ്പോൾ പറഞ്ഞു, നീ എൻ്റെ ഭാര്യയല്ലേ? അപ്പോൾ പറയും, അങ്ങനെയല്ലല്ലോ, അതിന് മുന്നേ തുടക്കം മുതലേ നമ്മൾ തമ്മിലൊരു അകൽച്ചയുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം ഈ പേടിയെന്ന് നയന പറയാണ്. ആദർശ് പറയാണ്, അനിയുടെ വിവാഹം നടക്കാൻ പോവാണ്, അനിയും അഭിയൊക്കെ എന്നേക്കാൾ ഇളയതാണ്, അഭി ഒരു അച്ഛനാകാൻ പോകുന്നു, ഇനിയിപ്പോൾ അനിയുടെ വിവാഹം കഴിയുമ്പോൾ അവനും ഒരു അച്ഛനാകുമ്പോൾ എന്നെ എല്ലാവരും കളിയാക്കുമെന്ന് എനിക്ക് ഡൗട്ട് എന്ന് പറയുമ്പോൾ നയന ചിരിക്കുകയാണ്. എന്നിട്ട് നയന പറയാണ്, ആദർശേട്ടൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ ആദർശേട്ടൻ എന്നെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം മാറും എന്ന് പറഞ്ഞിട്ട് നയന പോവാണ്. പിന്നീട് കാണിക്കുന്നത് അനാമിക വീട്ടിലേക്ക് ഒരു ഗിഫ്റ്റുമായിട്ട് വരുമായിരിക്കും. അപ്പോൾ അജയനോട് ഇരിപ്പുണ്ടാവും. ദേവയാനി താഴേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ ദേവയാനി അനാമികയെ കണ്ട് ഭയങ്കര സന്തോഷത്തോടെ
സന്തോഷത്തേക്ക് അടുത്തോട്ട് ചെല്ലുമ്പോൾ അനാമിക പറയുന്നുണ്ട്, ഇവിടെ ഇന്ന് ഒരാൾക്ക് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, ആ ആൾക്കൊരു ഗിഫ്റ്റുമായിട്ട് വന്നതാ ഞാൻ എന്ന് പറയുമ്പോഴത്തേക്കും അജയൻ പറയും, അതെ ഇന്ന് ഇവിടെ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ദിവസമാണ്, മീഡിയക്കാരൊക്കെ വന്ന് ഇന്റർവ്യൂ എടുത്തിട്ട് പോയി. പക്ഷേ ദേവയാനിക്ക് ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ദേവയാനി പറയുന്നുണ്ട് അതിന് അവളെ അത്രയും പോഴ്ത്തേണ്ട ആവശ്യമൊന്നുമില്ല, അവൾ പണ്ട് മുതലേ കടയും ആർട്ടും ഒക്കെ ചെയ്യുന്നതാ, അപ്പോൾ ഇതത്ര വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ലെന്ന് പറയും. ആ സമയത്തായിരിക്കും നവ്യയും അമ്മയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അവരെ കണ്ടതും ദേവയാനി അനാമികയോട് പറയും, മോളാണ് ഈ വീട്ടിലെ ആദ്യത്തെ മരുമകൾ, ഈ വീട്ടിലെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് ഈ വീട്ടിലേക്ക് കടന്നു വരുന്നത് മോളായിരിക്കും, അതുകൊണ്ട് മോളാണ് ഈ വീട്ടിലെ മരുമകളെന്ന് പറയുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, അതെന്താ ഇവിടുത്തെ ആമക്കൾ കെട്ടിയ താലി ഞങ്ങളുടെ കഴുത്തിലുള്ളപ്പോൾ ഞങ്ങളും ഈ വീട്ടിലെ മരുമകളാണെന്ന്. അപ്പോൾ അജയനും അത് ശരി വെക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെ കള്ളത്തരത്തിലൂടെ ഈ വീട്ടിൽ കയറി വന്നവരെ ആരെയും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഇവിടുത്തെ ആദ്യത്തെ മരുമകൾ അനാമിക തന്നെയാണ്. അജയ, നീയും നിന്റെ ഭാര്യയെയും 100% സമ്മതിച്ചിട്ടല്ലേ അനാമിക ഈ വീട്ടിലെ മരുമകളായിട്ട് വരുന്നത്. ഈ സമയം ആദർശും നയനയും ഇറങ്ങി വരുന്നുണ്ടാവും. അപ്പോഴും ദേവയാനി ഇങ്ങനെ തന്നെ പറയാണ്, ഇവർ രണ്ടുപേരും അനാമികയ്ക്ക് പാദസേവ ചെയ്യേണ്ടവരാണെന്ന്. അപ്പം നവ്യ നയനയോടായിട്ട് പറയുന്നുണ്ട്, നീ അടുക്കളപ്പണി ചെയ്യില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങുക ചെയ്യാം, നിനക്ക് മൂർത്തീസ് ജ്വല്ലറിയിൽ നല്ലൊരു പോസ്റ്റും ഉണ്ടാവും എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷേ എന്നെ ഒന്ന് അംഗീകരിച്ച് തന്നാൽ മതിയെന്ന്. ഇതൊന്നും കേട്ട് ദേവയാനിക്ക് അത്ര ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ്. അപ്പോൾ മൂർത്തിമുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടു, ദേവയാനിയോടായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ വീട്ടിലെ കൊച്ചുമക്കൾ കല്യാണം കഴിച്ചുകൊണ്ട് വന്നവരെല്ലാം ഈ വീട്ടിലെ മരുമക്കളാണ്. അനി അനാമികയെ വിവാഹം കഴിക്കും തോറും അനാമികയ്ക്കും ഉള്ള അതേ അവകാശം തന്നെയാണ് നയനയ്ക്കും നവ്യയ്ക്കും ഈ വീട്ടിലുള്ളത്. പിന്നെ ഈ വീട്ടിലെ മൂത്ത കൊച്ചുമകൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക് നയനയ്ക്ക് എല്ലാവരും ആ റെസ്പെക്റ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് അനാമികയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ദേവയാനി വീണ്ടും മൂർത്തി മുത്തച്ഛനോട് കയർക്കുമ്പോൾ മൂർത്തി മുത്തച്ഛൻ പറയുന്നുണ്ട്, നിനക്ക് കുറച്ച് അന്തസ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നിന്റെ മകൻ കല്യാണം കഴിച്ചതോടുകൂടി അത് നിന്നിൽ നിന്ന് കുറഞ്ഞു വരിക എന്ന് പറയണം. ഇതിൻ്റെ ഇടയ്ക്ക് നയന വരുന്ന സമയത്ത് അനാമിക ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ സമയം ദേവയാനി പറയുന്നുണ്ട്, മോൾ ഇങ്ങനത്തെ ഗിഫ്റ്റുകളൊന്നും ഇവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇവർക്ക് അതിനുള്ള അർഹതയില്ലെന്നും കൂടെ പറയുന്നുണ്ട്. പിന്നെ മൂർത്തി മുത്തശ്ശൻ വന്ന് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം മൂർത്തി മുത്തശ്ശൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ന് ഇവിടെ ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ്, അതുകൊണ്ട് ഇന്ന് ഇവിടുത്തെ സ്ത്രീ ജനങ്ങളെ എല്ലാം ഒരുക്കാനായിട്ട് ബ്യൂട്ടി പാർലറിൽ നിന്ന് ആൾക്കാർ വരും, അതുകൊണ്ട് അവർക്ക് ഒരുങ്ങി ഷോപ്പിങ്ങിന് പോകാം, ഇവിടുത്തെ പാചകങ്ങളെല്ലാം ആണുങ്ങളായി ഞങ്ങൾ ചെയ്യും, അതുകൊണ്ട് അജയനോട് പറയും ജയനെയും കൂടി ഈ കാര്യം പറയാൻ പറഞ്ഞിട്ട് മൂർത്തി മുത്തശ്ശൻ പോവാണ്. അങ്ങനെ മൂർത്തി മുത്തശ്ശൻ പോയി കഴിയുമ്പോൾ ദേവയാനി വീണ്ടും അവരോട് എല്ലാവരുമായിട്ട് പറയാണ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ഇവളെ മരുമകളായി കാണില്ലെന്ന്. അപ്പം ഇത് കേട്ട് അനാമികയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. ആദർശ് നയനയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്